+1 ഫിസിക്സ് അഞ്ചാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. അതിൽ ഫ്രിക്ഷൻ ആണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കോണ്ടാക്റ്റിൽ വരുന്ന രണ്ട് സർഫസുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. Friction is the force which opposes the relative motion between two surfaces in contact. It acts tangential to the surface of contact. Surface of contact നെ ടാൻജൻഷ്യൽ ആയിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറയാം. Friction arises due to adhesive force between surfaces, irregularities of plane surfaces. There are two types of friction: static friction and kinetic friction. Friction രണ്ട് തരത്തിലാണുള്ളത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, friction between two surfaces in contact as long as the bodies is at rest. നിശ്ചലമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾ അവയുടെ സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഫ്രം 0 to a maximum value called limiting friction. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അതിന് വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നെക്സ്റ്റ്, ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോ എന്താണെന്ന് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് ദി കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബോഡീസ്. ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ക്യാപിറ്റൽ N. ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷനോട് നേരനുപാതത്തിലായിരിക്കും. ദാറ്റ് ഈസ് Fx maximum is proportional to capital N or Fx maximum is equal to μs into N, where μs is a proportionality constant called coefficient of static friction. μs is equal to Fx maximum divided by capital N. Thus, the value of static friction may be written as Fs is less than or equal to μs into N. അടുത്തതായി നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ് നോക്കാം. The friction experienced by a body when it moves. രണ്ട് സർഫസുകളിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂവ് ചെയ്യുമ്പോൾ രണ്ട് സർഫസുകൾക്കിടയിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ ആ സർഫസുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ട് തരത്തിലാണ് ഉള്ളത്, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഈ രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇവയും എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. കൈനറ്റിക് ഫ്രിക്ഷന്റെ ലോ തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. Kinetic friction does not depend on the nature of the two surfaces in contact. Kinetic friction is proportional to the normal reaction. That is, Fk is proportional to capital N or Fk is equal to mu k into N, where mu k is the proportionality constant and it is called the coefficient of kinetic friction. The coefficient of kinetic friction is less than that of static friction. റോളിംഗ് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. ഒരു സർഫസിന് മുകളിലൂടെ മറ്റൊരു സർഫസ് നിരങ്ങി നീങ്ങുകയാണെങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്ന രണ്ട് സർഫസുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. രണ്ട് സർഫസുകൾ ഉരുണ്ട് നീങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർഫസിന് മുകളിൽ മറ്റൊരു സർഫസ് ഉരുണ്ട് നീങ്ങുകയാണെങ്കിൽ അവക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. എപ്പോഴും റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ
സ്ലൈഡിംഗ് ഫ്രിക്ഷന്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ രണ്ടും ഉരുണ്ട് നീങ്ങുമ്പോഴോ ഉള്ള ആ സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന കൈനറ്റിക് ഫ്രിക്ഷനെയാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതെപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. കാരണം സർഫസ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷനിൽ എപ്പോഴും കുറവാണ്. അതുകൊണ്ട് തന്നെ റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ റോളിംഗ് ഫ്രിക്ഷന്റെ കാര്യത്തിൽ. അഡ്വാൻറ്റേജ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ബോൾ ബെയറിംഗ്സ്. അതായത് നിരങ്ങി നീങ്ങേണ്ട സാഹചര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ റോളിംഗ് ആക്കി മാറ്റുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ഒരു ഗ്യാസ് കുറ്റി അത് നിരക്കി നീക്കാൻ വളരെ പാടാണ്. പക്ഷെ അതിൽ എളുപ്പമാണ് അത് ഉരുട്ട് നീക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു എക്സാമ്പിൾ ആക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ഫ്രിക്ഷനെ രണ്ടായി തരംതിരിക്കാം. കൈനറ്റിക് ഫ്രിക്ഷനും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും. കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ടായി തരംതിരിക്കാം, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഇനി പറയുന്ന ഒരു ഫ്രേസിനെ പറ്റിയാണ്. ഫ്രിക്ഷൻ ആസ് എ നെസസറി ഈവിൾ. ഫ്രിക്ഷനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. എന്താണ് കാരണം എന്ന് നോക്കാം. ഫ്രിക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ നെസസറി ഈവിൾ ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഫ്രിക്ഷന് അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു പരിധി വരെ നിലനിർത്തുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് എന്ന് ചിലതൊക്കെ എന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ: we are able to walk on the ground due to friction. We can hold an object in hand due to friction. Meters burn in air due to friction. Disadvantages of friction: when a vehicle moves, lot of energy is lost to overcome the friction. വാഹനങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എനർജി ആവശ്യമായി വരുന്നുണ്ട്. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയി കണക്കാക്കാം. എക്സസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ മെഷീൻസ് കോസസ് വെയർ ആൻഡ് ടയർ ടു പാർട്സ്. മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന മെഷീനറി പാർട്സ് ഇവയിൽ തേയ്മാനം വരുന്നു. ഈ തേയ്മാനം ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയി കണക്കാക്കാം ഫ്രിക്ഷന്റെ. Atmospheric friction is disadvantageous to rockets and satellites. Atmospheric air friction റോക്കറ്റിന്റെയും സാറ്റലൈറ്റുകളുടെയും സഞ്ചാരത്തിന് വിഘാതമായി നിൽക്കുന്നു. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയി കണക്കാക്കാം. ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നോക്കിയാലോ. വേസ് ടു മിനിമൈസ് ഫ്രിക്ഷൻ: യൂസിംഗ് ലൂബ്രിക്കൻസ് ലൈക്ക് ഗ്രീസ്, ഓയിൽ, വാക്സ് എക്സെട്ര. ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഗ്രീസ്, ഓയിൽ, വാക്സ് എന്നിവ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകളിൽ ഉപയോഗിക്കുക എന്നുള്ളത്. യൂസിംഗ് ബോൾ ബെയറിംഗ്സ് ഓർ റോൾ ബെയറിംഗ്സ്. മോഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മൂവ്മെന്റിൽ ഇരിക്കുന്ന മെഷീനറി പാർട്സ് അത് ബോൾ ബെയറിങ്ങുകളുടെ രൂപത്തിലാക്കുക അല്ലെങ്കിൽ റോൾ ബെയറിങ്ങുകളുടെ രൂപത്തിലാക്കുക. യൂസിംഗ് ആന്റി ഫ്രിക്ഷൻ മെറ്റൽസ് ഓർ അലോയ്സ്. ഫ്രിക്ഷൻ പരമാവധി കുറയ്ക്കുന്ന അലോയ്സ് അല്ലെങ്കിൽ മെറ്റൽസ് ഉപയോഗിക്കുക. സെപ്പറേറ്റിംഗ് ദി സർഫസ് ബൈ ആൻ എയർ കോഷൻ. എയർ കോഷൻ ഉപയോഗിച്ച് സർഫസുകൾ സെപ്പറേറ്റ് ചെയ്യാം. സ്ട്രീം ലൈനിങ് ദ ബോഡീസ് ഓഫ് വെഹിക്കിൾ. പോളിഷിംഗ് ദ സർഫസസ്. പരിപരുത്ത സർഫസുകൾ പോളിഷ് ചെയ്യാം. ഇതൊക്കെ ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള ചില മാർഗങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്രിക്ഷൻ എത്ര തരമുണ്ട്, ഫ്രിക്ഷൻ എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരുന്നു, ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.